The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഹരി ഓം നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിദുരവചനം എന്ന പാഠഭാഗത്തിലൂടെ വിദുരർ ധൃതരാഷ്ട്രർക്ക് നൽകിയ കുറച്ച് ഉപദേശങ്ങൾ നമ്മൾ കാണുകയും ആ ഉപദേശങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അല്ലേ. ഒരു പണ്ഡിതൻ എങ്ങനെ പെരുമാറുമെന്നും ഒരു മൂഢൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ ഒരു ജീവിച്ചിരുന്ന പണ്ഡിതൻ്റെ ജീവചരിത്രം പഠിക്കുകയാണ്. അതും കേരളത്തിൽ ജീവിച്ചിരുന്ന അതിപ്രശസ്തനായിരുന്ന ഒരു ശാസ്ത്ര പണ്ഡിതൻ്റെ ജീവചരിത്രമാണ് നമ്മൾ ഇന്നത്തെ പാഠഭാഗത്തിലൂടെ പരിചയപ്പെടുന്നത്. നമുക്ക് വായിച്ചു നോക്കിയാലോ. സപ്തമഃ പാഠഃ ശാസ്ത്രോപാസകഃ അച്യുതപിഷാരടിഃ. സപ്തമഃ പാഠഃ ശാസ്ത്രോപാസകഃ അച്യുതപിഷാരടിഃ. ശാസ്ത്രോപാസകനായിരിക്കുന്ന അച്യുതപിഷാരടി. ഉപാസകഃ ഇത് ശബ്ദസ്യ കഃ അർത്ഥഃ? ഉപാസകഃ. ഉപാസന എന്ന് വെച്ചാൽ എന്താ? ക്ഷേത്രത്തിലൊക്കെ പൂജ ചെയ്യും അല്ലേ, അതാണ് ഉപാസന എന്ന് പറയുക. അപ്പം അതുപോലെ ശാസ്ത്രത്തെ പൂജിച്ചവൻ, ശാസ്ത്രത്തെ ഉപാസിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് ശാസ്ത്രോപാസകഃ എന്ന ശബ്ദം വരുന്നത്. ശാസ്ത്രോപാസകഃ കഃ അത്ര? അച്യുതപിഷാരടിഃ. ശാസ്ത്രോപാസകനായിരുന്ന അച്യുതപിഷാരടിയുടെ ജീവചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വിദ്വജ്ജനസേവയാ ശാസ്ത്രാധ്യയനേന അധ്യാപനേന ച പ്രസിദ്ധഃ കേരളീയ പണ്ഡിതഃ ആസീത് അച്യുതപിഷാരടി മഹാശയഃ. അസ്യ ജീവനകാലഃ 16 ശതാബ്ദഃ. സ്വയം സംസ്കൃതപണ്ഡിതേഷു പ്രാമാണികഃ ആസീത്. അപ്പം ഇദ്ദേഹം വലിയ പണ്ഡിതനാണ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. നോക്കാം. വിദ്വജ്ജനസേവയാ ശാസ്ത്ര അധ്യയനേന അധ്യാപനേന ച. വിദ്വജ്ജനാനാം സേവ. വിദ്വജ്ജനാഹ വിദ്വാൻമാർ, പണ്ഡിതന്മാർ. അങ്ങനെ പണ്ഡിതന്മാരായിരിക്കുന്ന ജനങ്ങളുടെ സേവയാ, അവരെ സേവിക്കുന്നതിലൂടെ, ശാസ്ത്ര അധ്യയനേന, സംസ്കൃതത്തിൽ പറയുന്ന നിരവധി ശാസ്ത്രങ്ങളുണ്ട്, അത്തരം ശാസ്ത്രങ്ങളുടെ അധ്യയനേന, അവയെ പഠിക്കുന്നതിലൂടെ, അധ്യാപനേന, അവയെ പഠിപ്പിക്കുന്നതിലൂടെ. ഒരാൾ നല്ല ഗുരുവിനെ ചെന്ന് സേവിച്ച് ആ ഗുരുവിൽ നിന്ന് വിദ്യ അഭ്യസിച്ച് അടുത്ത തലമുറയ്ക്ക് ആ വിദ്യ പകർന്നു നൽകുക എന്നുള്ളതാണ് ഒരു ധർമ്മം അല്ലേ. നമ്മൾ ഒരു കാര്യം പഠിച്ചാൽ ആ കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ പഠിക്കാൻ പോകുന്നത് തന്നെ എങ്ങനെ വേണം? അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അത്യന്തം ഭക്തിയോടുകൂടി വേണം നമ്മൾ സ്വീകരിക്കാൻ. അപ്പോൾ വിദ്വജ്ജനങ്ങളുടെ സേവയുടെ, ശാസ്ത്ര അധ്യയനത്തിലൂടെ, അധ്യാപനത്തിലൂടെ ച പ്രസിദ്ധഃ, ഇവയിലൂടെ എല്ലാം പ്രസിദ്ധനായ കേരളീയ പണ്ഡിതഃ ആസീത് അച്യുതപിഷാരടി മഹാശയഃ. കേരളീയ പണ്ഡിതനായിരുന്നു അച്യുതപിഷാരടി. ഓക്കെ. അസ്യ ജീവനകാലഃ, ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം എപ്പോഴാ? 16 ശതാബ്ദഃ. അസ്യ ജീവനകാലഃ 16 ശതാബ്ദഃ. 16 ഇതി കാ സംഖ്യ ഭവതി? 16 അല്ലേ. അപ്പോൾ ഇദ്ദേഹം ജീവിച്ചിരുന്നത് എപ്പോഴാ? 16th സെഞ്ച്വറി. അസ്യ ജീവനകാലഃ 16 ശതാബ്ദഃ. ശതാബ്ദഃ നാമ നൂറ്റാണ്ട്. 16ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ഓക്കെ. സ്വയം സംസ്കൃത പണ്ഡിതേഷു പ്രാമാണികഃ ആസീത്. സംസ്കൃത പണ്ഡിതന്മാരിൽ പ്രാമാണികൻ ആയിരുന്നു. പ്രാമാണികൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രമാണം ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. പ്രമാണം എന്ന് വെച്ചാൽ എന്താ?
അതാണ് കൺക്ലൂഷൻ. അതോടുകൂടി തീർന്നു. ഇദ്ദേഹം പറഞ്ഞാൽ തീർന്നു. എന്ത് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിലും അത് ഇദ്ദേഹം പറയുന്നതോടുകൂടി അവസാനിക്കും. മലപ്പുറം ജില്ലായാഹ തിരൂരസ്ഥേ തൃക്കണ്ടിയൂർ പിഷാരത്ത് ഭവനെ പഞ്ചചത്വാരിംശതുത്തര പഞ്ചദശശതതമേ വർഷേ അയം ഭൂജാതഃ. മലപ്പുറം ജില്ലായാഹ തിരൂരസ്ഥേ, മലപ്പുറം ജില്ലയിലുള്ള തിരൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള തൃക്കണ്ടിയൂർ പിഷാരത്ത്, അച്യുത പിഷാരടി അല്ലേ, അപ്പോൾ പിഷാരത്താണ് ജനിക്കുക. അച്യുത പിഷാരടി ജനിച്ചത് മലപ്പുറം ജില്ലയിലുള്ള തിരൂരിലുള്ള തൃക്കണ്ടിയൂർ പിഷാരത്ത് എന്ന വീട്ടിലാണ്. എപ്പോഴാണ് ജനിച്ചത്? പഞ്ചചത്വാരിംശതുത്തര പഞ്ചശതതമേ വർഷേ. പഞ്ചചത്വാരിംശത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംഖ്യകൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് മനസ്സിലാവും. പഞ്ചചത്വാരിംശത് 45, പഞ്ചദശശതം 1500, അപ്പോൾ 1545. തമേ വർഷേ അയം ഭൂജാത. 1545 ഇദ്ദേഹം ജനിച്ചത്. ബാല്യേ ഏവ അച്യുതഃ വ്യാകരണാദിഷു വേദാംഗേഷു വൈദ്യശാസ്ത്രേ ച പാണ്ഡിത്യം പ്രാപ്തവാൻ. ബാല്യേ ഏവ, ചെറിയ പ്രായത്തിൽ തന്നെ അച്യുത പിഷാരടി വ്യാകരണാദിഷു വേദാംഗേഷു, വ്യാകരണം മുതലായിട്ടുള്ള വേദാംഗങ്ങളുണ്ട്. വേദാംഗങ്ങൾ 6 ഉണ്ട്. ഏതൊക്കെ അറിയോ? ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദഃ. ഒന്നുകൂടെ പറയൂ. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദഃ. ഇങ്ങനെ 6 വേദാംഗങ്ങളുണ്ട്. ഈ 6 വേദാംഗങ്ങളിലും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രേച്ച, വൈദ്യശാസ്ത്രത്തിലും പാണ്ഡിത്യം പ്രാപ്തവാൻ, പാണ്ഡിത്യം നേടിയെടുത്തു. ജ്യോതിഷം ഗണിതം ച തസ്യ ഇഷ്ടവിഷയവും ആസ്താം. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു? ജ്യോതിഷവും ഗണിതവുമായിരുന്നു. ജ്യോതിഷത്തിനും ധാരാളം ഗണിതം ചെയ്യാനുണ്ട്. അപ്പോൾ ജ്യോതിഷവും ഗണിതവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാ? ഗോലദീപിക, ജാതകാഭരണം, സ്ഫുടനിർണയഃ, കരണോത്തമഃ, പ്രവേശകഃ ഇത്യാദയഃ തസ്യ പ്രശസ്താഃ രചനാഃ. ഗോലദീപിക, ജാതകാഭരണം, സ്ഫുടനിർണയഃ, കരണോത്തമഃ, പ്രവേശകഃ ഇത്യാദയഃ തസ്യ പ്രശസ്താഃ രചനാഃ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനകൾ. എല്ലാം ജ്യോതിഷത്തിലുള്ള ഗ്രന്ഥങ്ങളാണ് കേട്ടോ. വ്യാകരണശാസ്ത്രാധ്യയനെ നാരായണ ഭട്ടപാദഃ അച്യുത പിഷാരടി മഹോദയസ്യ ശിഷ്യത്വം സ്വീചകാര. ഒരു ഗുരു വലിയ ആളാവുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ വലിയ പ്രശസ്തി ആർജിക്കുമ്പോഴാണ്, അല്ലേ? അങ്ങനെ നാരായണീയം എന്ന് പറഞ്ഞൊരു കാവ്യമുണ്ടല്ലോ, ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് 100 ദശകങ്ങളായിട്ട് എഴുതിയിട്ടുള്ള നാരായണീയ മഹാകാവ്യം. ആ നാരായണീയം എഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദഃ അച്യുത പിഷാരടി മഹോദയസ്യ ശിഷ്യത്വം സ്വീചകാര. ഈ അച്യുത പിഷാരടിയുടെ ശിഷ്യനായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. വ്യാകരണശാസ്ത്ര അധ്യയനെ നാരായണ ഭട്ടപാദഃ അച്യുത പിഷാരടി മഹോദയസ്യ ശിഷ്യത്വം സ്വീചകാര. വ്യാകരണശാസ്ത്രം പഠിക്കുന്നതിന് നാരായണ ഭട്ടപാദൻ അച്യുത പിഷാരടിയുടെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്നു. സ്വജീവനം സമ്പൂർണം വാഗുപാസനായ സമർപ്പിതഃ അയം മനീഷി 1916 വർഷേ ദിവംഗതോ അഭൂത്. സ്വജീവനം സമ്പൂർണം വാഗുപാസനായ സമർപ്പിതഃ അയം മനീഷി. സ്വന്തം ജീവിതം പൂർണ്ണമായും വാഗുപാസനായ, വാഗുപാസന എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കെന്ന് വെച്ചാൽ ഭാഷ, സംസ്കൃത ഭാഷയെയും ശാസ്ത്രത്തെയും ഒക്കെ ഉപാസിക്കുന്നതിന് വേണ്ടി, അതിനെയൊക്കെ പൂജിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചവനാകുന്ന അയം മനീഷി, ഈ മഹാത്മാവ് 1916 വർഷേ, എന്നോട് വായിച്ചത് 1916 വർഷേ ദിവംഗതോ അഭവത്. 1621 എന്ന വർഷത്തിൽ ദിവംഗത, സ്വർഗത്തിലേക്ക് പോയി. യദ്യപി പണ്ഡിതോയം ഇഹ ജഗതി അദ്യ ന വർത്തത്തെ. ഒരു പക്ഷേ ആ പണ്ഡിതൻ, അയം പണ്ഡിത ഇഹ ജഗതി, ഈ ജഗത്തിൽ, ഈ ഭൂമിയിൽ അദ്യ ന വർത്തത്തെ, ഇന്ന് ഇല്ല, ജീവിച്ചിരിപ്പില്ല, അല്ലേ? തഥാപി അസ്യ യശഃ ശാശ്വതം സ്ഥാസ്യത്യവ. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ യശസ്, അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും ഇന്നും ശാശ്വതമായി
നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അച്യുത പിഷാരടിയെ പരിചയപ്പെട്ടു. അച്യുത പിഷാരടി കേരളീയനായിരുന്ന ഒരു ശാസ്ത്ര പണ്ഡിതനായിരുന്നു. അദ്ദേഹം എപ്പോഴാണ് ജീവിച്ചിരുന്നത്? തസ്യ ജീവനകാലഃ ഷോഡശ ശതാബ്ദഃ ആസീത്. കുത്ര തസ്യ ജന്മഭവത്? മലപ്പുറം ജില്ലായാः തിരൂരസ്ഥേ തൃക്കണ്ടിയൂർ പിഷാരത് ഭവനെ. കഥാ കസ്മിൻ വർഷേ? തസ്മിൻ വർഷേ ജാതമാസീത്. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ അച്യുത പിഷാരടിയെ കുറിച്ച് പഠിച്ചു. നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. എന്നിട്ട് ബാക്കി പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ആദ്യത്തെ പഠന പ്രവർത്തനം എന്താ അറിയോ? പാഠഭാഗം ഉച്ചൈഹി വാചയതു എന്നുള്ളതാണ്. പാഠഭാഗം ഉറക്ക വായിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോൾ വായിക്കും? ഇന്ന് തന്നെ വായിക്കണം. ഇന്ന് ക്ലാസ് കണ്ടിട്ട് ഇന്ന് തന്നെ പാഠഭാഗം ഉറക്കെ 2 തവണയെങ്കിലും വായിക്കണം, മുഴുവൻ. അത്രയല്ലേ ഉള്ളൂ, കുഞ്ഞു ഭാഗമല്ലേ. അപ്പോൾ മുഴുവനായിട്ടും ഇന്ന് തന്നെ പാഠഭാഗം വായിക്കണം. പാഠഭാഗം പഠിത്വാ യാവത് ശക്യം പ്രശ്നാൻ നിർമ്മായ പ്രശ്നോത്തര കേളിം പ്രചാലയതു. ഇതാണ് അടുത്ത കാര്യം. പാഠഭാഗം വായിച്ചിട്ട് പ്രശ്നങ്ങൾ, ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ചോദ്യത്തിൻ്റെ വാക്കുകൾ വേണ്ടേ? എന്തൊക്കെയാണ് ചോദ്യത്തിൻ്റെ വാക്കുകൾ? വാട്ട്, വെൻ, ഹൗ എന്നൊക്കെ നമ്മൾ ചോദ്യം ചോദിക്കും അല്ലേ? അതുപോലെ സംസ്കൃതത്തിലെ ചോദ്യം, പ്രശ്നവാചക ശബ്ദങ്ങൾ എന്നാണ് അവയെ പറയുക. എന്താ പറയുക? പ്രശ്നവാചകാഹ. ആ പ്രശ്നവാചക ശബ്ദങ്ങൾ അവിടെ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാ? കിം, കിം. നമ്മളിപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടല്ലേ, കിം 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 കിം. എന്താ അതിൻ്റെ അർത്ഥം? കിം എന്ന് വെച്ചാൽ എന്താ എന്നാണ് അർത്ഥം, എന്ത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ കിം. കുത്ര, കുത്ര എവിടെ? കിം കുത്ര. കതി, കതി എത്ര. ഓക്കെ, കിം കുത്ര കതി എത്ര. കഥാ, കഥാ എപ്പോൾ, കഥാ എപ്പോൾ. കുതഹ, കുതഹ എവിടെ നിന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ട്. കുതഹ എവിടെ നിന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ട്. കഥം, കഥം എങ്ങനെ, എങ്ങനെ, ഹൗ. കിമർത്ഥം, കിമർത്ഥം എന്തിനു വേണ്ടി. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം ഇതൊന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മളൊരു മുദ്രാവാക്യം പോലെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കിം കുത്ര കതി കഥാ കുതഹ കഥം കിമർത്ഥം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കിം കുത്ര കതി കഥ, കഥ അല്ല കഥ. കിം കുത്ര കതി കഥ കുതഹ കഥം കിമർത്ഥം. കിം എന്ന് വെച്ചാൽ എന്താ? എന്താ, എന്ത് എന്നാണ് കിം എന്നുള്ളതിന് അർത്ഥം. കുത്ര എവിടെ, കതി എത്ര, കഥ എപ്പോൾ, കുതഹ എവിടെ നിന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ട്, കഥം എങ്ങനെ, കിമർത്ഥം എന്തിനു വേണ്ടി എന്നൊക്കെയാണ്. ഓക്കെ, അപ്പം നമുക്ക് 1-2 ചോദ്യങ്ങൾ ഉണ്ടാക്കിയാലോ? നോക്കാം. അച്യുത പിഷാരടി മഹാശയസ്യ ജീവനകാലഃ കഥാ ആസീത്. അച്യുത പിഷാരടി മഹാശയസ്യ ജീവനകാലഃ കഥാ ആസീത്. എന്താ ചോദ്യത്തിൻ്റെ അർത്ഥം? അച്യുത പിഷാരടിയുടെ ജീവിതകാലം എപ്പോഴായിരുന്നു? ഉത്തരം കിമസ്തി? അച്യുത പിഷാരടി മഹാശയസ്യ ജീവനകാലഃ ഷോഡശ ശതാബ്ദഃ ആസീത്. ഷോഡശ ശതാബ്ദേ ആസീത് എന്ന് പറയാം. ഓക്കെ, മലപ്പുറം ജില്ലായാം തിരൂരസ്ഥേ തൃക്കണ്ടിയൂർ പിഷാരത് ഭവനെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ അദ്ദേഹം ജനിച്ചെന്ന്. അപ്പൊ എവിടെ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഉണ്ടായിക്കൂടെ? അച്യുത പിഷാരടി മഹോദയസ്യ ജന്മ കുത്ര അഭവത്. കുത്ര അഭവത്, എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? അപ്പൊ നമുക്ക് മലപ്പുറം ജില്ല എന്നുള്ള ഉത്തരം കിട്ടും. എപ്പോഴാണ് ജനിച്ചത്? വീണ്ടും നമുക്ക് കഥ ഉപയോഗിക്കാം. ഓക്കെ, അച്യുത പിഷാരടി മഹോദയസ്യ പ്രശസ്തി കാ ആസീത്. അങ്ങനെ നമുക്ക് ധാരാളം ചോദ്യങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പാഠഭാഗത്തിൽ നിന്ന് ഉണ്ടാക്കാം. നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എല്ലാ വാക്കും ഉപയോഗിച്ച് ഒരു ചോദ്യമെങ്കിലും ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് പഠിക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇത് പഠിച്ചിട്ട് വേണം അതിലേക്ക് എത്താൻ. നമ്മൾ കഴിഞ്ഞ വർഷം സംഖ്യകൾ പഠിച്ചിരുന്നു അല്ലേ? 20 വരെയുള്ള സംഖ്യകൾ എണ്ണാൻ നമ്മൾ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? കുറച്ച് പേർക്കൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ 100 വരെയുള്ള സംഖ്യകൾ പഠിക്കാൻ പോകാം. എത്രയാണ്? 100 വരെ നമ്മൾ എണ്ണാൻ പഠിക്കാൻ പോകാം. പേജ് നമ്പർ 47-ലും 48-ലുമായിട്ട് 1 തൊട്ട് 100 വരെയുള്ള സംഖ്യകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു തവണ വായിക്കാം. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും കുട്ടികളത് പഠിക്കണം. ഓക്കെ, എന്നാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് 1 തൊട്ട് 100 വരെ പഠിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഏകം, ഒപ്പം വായിക്കണേ.
ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷട്ട് സപ്ത അഷ്ട നവ ദശ. അപ്പോൾ 1 തൊട്ട് 10 വരെ. ഏകാദശ ദ്വാദശ ത്രയോദശ ചതുർദശ പഞ്ചദശ ഷോഡശ സപ്തദശ അഷ്ടാദശ നവദശ വിംശതി. അപ്പോൾ 10 തൊട്ട് 20 വരെ. ഏകവിംശതി ദ്വാവിംശതി ത്രയോവിംശതി ചതുർവിംശതി പഞ്ചവിംശതി ഷഡ്വിംശതി സപ്തവിംശതി അഷ്ടാവിംശതി നവവിംശതി അല്ലെങ്കിൽ ഏകോനത്രിംശത് 21 തൊട്ട് 30 വരെ. ഇനി 31 തൊട്ട് 40 വരെ വായിക്കാം. ഏകത്രിംശത് ദ്വാത്രിംശത് ത്രയസ്ത്രിംശത്. ഒന്നുകൂടെ വായിച്ചേ. ത്രയസ്ത്രിംശത് ചതുസ്ത്രിംശത് പഞ്ചത്രിംശത് ഷട്ത്രിംശത് സപ്തത്രിംശത് അഷ്ടാത്രിംശത് നവത്രിംശത് അല്ലെങ്കിൽ ഏകോനചത്വാരിംശത്. ഓക്കെ. അപ്പോൾ 30 തൊട്ട് 40 വരെ. 41 തൊട്ട് 50 വരെ. ഏകചത്വാരിംശത് ദ്വാചത്വാരിംശത് ത്രിചത്വാരിംശത് ചതുശ്ചത്വാരിംശത് പഞ്ചചത്വാരിംശത് ഷട്ചത്വാരിംശത് സപ്തചത്വാരിംശത് അഷ്ടാചത്വാരിംശത് നവചത്വാരിംശത് അല്ലെങ്കിൽ ഏകോനപഞ്ചാശത്. ഓക്കെ. ഏകപഞ്ചാശത് ദ്വാപഞ്ചാശത് ത്രിപഞ്ചാശത് ചതുഷ്പഞ്ചാശത്. ശ്രദ്ധിക്കണം. ചതുഷ്പഞ്ചാശത് പഞ്ചപഞ്ചാശത് ഷട്പഞ്ചാശത് സപ്തപഞ്ചാശത് അഷ്ടാപഞ്ചാശത് നവപഞ്ചാശത് ഏകോനഷഷ്ഠി. ഓക്കെ. 60 തൊട്ട് 69 70 വരെ വായിക്കാം. ഷഷ്ഠി ഏകഷഷ്ഠി ദ്വാഷഷ്ഠി ത്രിഷഷ്ഠി ചതുഷ്ഷഷ്ഠി പഞ്ചഷഷ്ഠി ഷട്ഷഷ്ഠി സപ്തഷഷ്ഠി അഷ്ടാഷഷ്ഠി നവഷഷ്ഠി അല്ലെങ്കിൽ ഏകോനസപ്തതി. ഇനി നമുക്ക് സപ്തതി 70 തൊട്ട് വായിക്കാം. ഏകസപ്തതി ദ്വാസപ്തതി ത്രിസപ്തതി ചതുസ്സപ്തതി പഞ്ചസപ്തതി ഷഡ്സപ്തതി സപ്തസപ്തതി അഷ്ടാസപ്തതി നവസപ്തതി അല്ലെങ്കിൽ ഏകോനശീതി അശീതി. ഓക്കെ. അശീതി 80 ആണ്. ഇനി 80 തൊട്ട് വായിക്കാം. ഏകാശീതി ദ്വ്യശീതി ത്രയശീതി ചതുരശീതി പഞ്ചാശീതി ഷഡശീതി സപ്താശീതി അഷ്ടാശീതി നവാശീതി അല്ലെങ്കിൽ ഏകോനശതം. നോക്കാം. നവനവതി ഏകനവതി ദ്വാനവതി ത്രിനവതി ചതുർനവതി പഞ്ചനവതി ഷണ്ണവതി സപ്തനവതി അഷ്ടാനവതി നവനവതി ശതം. ഓക്കെ. അപ്പോൾ 1 തൊട്ട് 100 വരെ നമ്മൾ എണ്ണാൻ പഠിക്കുകയാണ്. ഇത് പലതവണ വായിച്ചാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? അടുത്ത തിങ്കളാഴ്ച, ഓക്കെ, അടുത്ത തിങ്കളാഴ്ചക്കുള്ളിൽ 100 വരെ പഠിക്കാം. എന്നിട്ട് 100 വരെ എണ്ണുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം. ചെയ്യാൻ പറ്റുമോ? 1 തൊട്ട് 100 വരെ പഠിച്ചിട്ട് 100 വരെ എണ്ണുന്നതിൻ്റെ ഒരു വീഡിയോ എനിക്ക് അടുത്ത് അയച്ചു തന്നാൽ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ അത് ബാക്കിയുള്ളവരെ കാണിച്ച് കൊതിപ്പിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക.
1 തൊട്ട് 100 വരെയുള്ള സംഖ്യകൾ, അതുപോലെ തന്നെ പ്രശ്നവാചക ശബ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുക. പാഠഭാഗം 2 or 3 തവണയെങ്കിലും നിർബന്ധമായും വായിച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ കൂടെ ബാക്കിയുണ്ട്. അതുമൊക്കെ ചെയ്തുകൊണ്ട് വീണ്ടും കാണാം. ഓക്കെ, എല്ലാവർക്കും രാം രാം.